എടാ ഷിൻജാനെ പിഞ്ചാനെ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചിനോ? ആ ഫ്രാങ്ക്ലിനാ, നമ്മള് നേരത്തെ ഫുഡ് കഴിച്ചല്ലോ. അല്ല ഫ്രാങ്ക്ലിനാ, നമ്മള് റീസ്റ്റോർ ചെയ്യാൻ കൊടുത്ത വണ്ടി റെഡി ആയോ? ഏതായാലും കുറച്ച് ദിവസങ്ങളായി. ഞാൻ എന്തായാലും ബെന്യണ്ണനെ ഒന്ന് കോളാക്കി നോക്കട്ടെ. ഹലോ ബെന്യണ്ണ, ഇത് ഞാനാ ഫ്രാങ്ക്ലിൻ. നമ്മളെ വണ്ടി എന്തായി ബെന്യണ്ണ? എന്റെ ഫ്രാങ്കല്ല, ഞാൻ നിന്നെ ഇപ്പൊ വിളിക്കാനിരിക്കായിരുന്നു. എടാ വണ്ടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. പെട്ടെന്ന് വരാൻ പറ്റുവാണെങ്കിൽ വന്നോ. എനക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് പോളിഷും കൂടി ചെയ്യാനുണ്ട്. ഇജൊരു കാര്യം ചെയ്യ്, ഇവിടെ വന്നിട്ട് ഇവിടെ തൊട്ടപ്പുറത്തൊരു ഹോട്ടലുണ്ട്, അവിടെ താമസിച്ചിട്ട് അതിന്റെ പിറ്റേന്ന് നീ വണ്ടി എടുത്ത് പോയിക്കോ. എന്നാ ഓക്കെ, ഞാൻ എന്തായാലും അവിടെ എത്തിക്കോളാം. ഫ്രാങ്ക്ലിനാ, അതാരാ കോളാക്കിയത്? എടാ ഷിൻജാനെ, അത് നമ്മുടെ ബെന്യണ്ണനാ. നമ്മളെ വണ്ടി നാളത്തേക്ക് സെറ്റ് ആകാൻ പോലെ. നമുക്ക് ഇപ്പൊ തന്നെ എന്തായാലും വണ്ടി എടുക്കാം. ഓക്കെ. അല്ല ഫ്രാങ്ക്ലിനാ, ഇത് നമ്മുടെ ബെന്യാണന്റെ വണ്ടിയല്ലേ, ഇത് കൊടുക്കണ്ടേ? ആടാ ഷിൻജാനെ പിഞ്ചാനെ, നമുക്ക് ഈ വണ്ടി എടുത്ത് നേരെ അവിടെ പോവാം. അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ താമസിച്ച് പിറ്റേന്ന് നമ്മളെ വണ്ടി എടുത്തിട്ട് ഇങ്ങ് വരാം. പിന്നൊരു കാര്യമുണ്ട്, നമ്മളെ ലാമറിന്റെ ട്രക്ക് അവിടെ ഉണ്ട്. നമ്മളെ വണ്ടി ട്രക്കിൽ കയറ്റിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റൂ. കാരണം നമ്മളെ പഴയ വണ്ടി ഇവിടെ ഇല്ല, അതായത് ലാമർ പോയിട്ടില്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ അവിടെ താമസിച്ച് പിറ്റേന്ന് ആ ട്രക്കിൽ തന്നെ നമ്മളെ കാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ നമ്മളെ കാറിൽ നമുക്ക് ട്രിപ്പെല്ലാം പോവാലോ. അതൊക്കെ സെറ്റാണ്. പക്ഷെ എനക്കാണെ നാളെ ക്ലാസ്സും ഉണ്ട് ഫ്രാങ്ക്ലിനാ, അതിപ്പോ എന്താ ചെയ്യാ? അതൊന്നും സീനില്ലടാ, ഒരു ദിവസമല്ലേ, ഒരു ദിവസം എന്തായാലും ലീവ് എടുക്കുക. അതിന്റെ പിറ്റേന്ന് നീ ക്ലാസ്സിന് പോയിക്കോ. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഫ്രാങ്ക്ലിനാ, നമ്മളെ വണ്ടിന്റെ ശരിക്കത്തെ പേരെന്താ? എടാ ആ വണ്ടിന്റെ പേര് സത്യം പറഞ്ഞാൽ എനക്ക് അറിയില്ല. ആ വണ്ടിന്റെ പേര് നമ്മളൊരു കാര്യം ചെയ്യട്ടെ, നമ്മളെ വീഡിയോ കാണുന്നവര് അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് താഴ്ന്ന് കമന്റ് ചെയ്യാൻ പറ. നമ്മള് റീസൈക്കിൾ ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്യണ വണ്ടിന്റെ പേര് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ അതിന്റെ പേരൊന്ന് താഴ്ന്ന് കമന്റ് ചെയ്യണേ. എടാ ചിഞ്ചാനെ പിഞ്ചാനെ, അതൊക്കെ അവര് ചെയ്തോളൂ, നിങ്ങൾ എന്തിനാ ബേജാറാണ്. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് നേരെ അവിടെ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവണം. എന്നിട്ട് ഒന്ന് അവിടെ എവിടെയെല്ലാം കറങ്ങിയിട്ട് നമുക്ക് അതിന്റെ പിറ്റേന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂ. അല്ലാ ഫ്രാങ്ക്ലിനാ, ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഡ്രസ്സൊന്നും വേണടാ, ഒരു ദിവസത്തേക്കല്ലേ, നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോയിട്ട് വരാന്ന്. അതെന്തായാലും കൊള്ളാം ഫ്രാങ്ക്ലിനാ. നിങ്ങളോ കുളിക്കലില്ല, ഞാൻ എനക്കെങ്കിലും ഇടക്കിടക്ക് കുളിക്കണ്ടേ ഫ്രാങ്ക്ലിനാ? അല്ല പിഞ്ചാനെ, ഇജ്ജെപ്പ കുളിക്കാൻ തുടങ്ങിയേ? മതി നിങ്ങൾ അധികം സംസാരിച്ച് അടി ഉണ്ടാക്കേണ്ട വണ്ടിന്ന്. A few moments later. ഗൈസ്, നമ്മളാണെങ്കിൽ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്താടാ ഷിൻജാനെ പിഞ്ചാനെ, വല്ലാത്തൊരു ദാഹം. എന്തായാലും ഒരു സ്പ്രൈറ്റ് കുടിച്ചേക്കാം. ഫ്രാങ്ക്ലിനാ, നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചാ ഫ്രാങ്ക്ലിനാ, നിങ്ങളെന്താ ഇങ്ങനെ? എടാ കുട്ടികളൊന്നും സ്പ്രൈറ്റ് കുടിക്കാൻ പാടില്ല, ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളാള് കൊള്ളാം ഫ്രാങ്ക്ലിനാ. എടാ ഷിൻജാനെ പിഞ്ചാനെ, പൊരിഞ്ഞ വെയിലാണല്ലോ, നമുക്ക് നേരെ ഹോട്ടലെടുത്ത് ആ റൂമിൽ കയറാം. ഇവിടുത്തെ ഹോട്ടല്? ഇവിടെ കുറെ തല്ലിപ്പൊളി പൊരയാണല്ലോ. പോരയോ? അതെന്താ പോരാ? എടാ ഞാൻ വീടെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ. ദേ ഫ്രാങ്ക്ലിനാ, ഇവിടെ രണ്ടുപേര് ഇരിക്കുന്നു. ഇവരോട് ചോദിച്ചു നോക്കൂ ഹോട്ടൽ എവിടെയാണെന്ന്. അതെ, ഇവിടെ അടുത്ത് ഏതെങ്കിലും ഹോട്ടല്, ലോഡ്ജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്, നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയാൽ മതി. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയല്ലേ? എന്നാ ശരി ബ്രോ. അയ്യേ ഫ്രാങ്ക്ലിനാ, ഇതാണ് ഈ ഹോട്ടൽ? ഇത് ഹോട്ടലെന്നല്ല, ഇത് ഏതോ അണ്ണാച്ചിന്റെ വീടാണല്ലോ. എടാ ഷിൻജാനെ പിഞ്ചാനെ, ഇവിടെ ഇങ്ങനത്തെ ഹോട്ടലും ലോഡ്ജൊക്കെ കിട്ടും. തൽക്കാലം നമുക്ക് ഒരു ദിവസത്തേക്കല്ലേ, നമുക്ക് എന്തായാലും ഇവിടെ ഒരു ദിവസത്തേക്ക് താമസിച്ച് നാളെ നമ്മളെ വണ്ടി എടുത്ത് പോവാലോ. എന്നാ ശരി ഫ്രാങ്ക്ലിനാ. One day later. ഗൈസ്, അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നമ്മളെ ബെന്നിന്റെ ഷോപ്പിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇവിടെ നോക്കണം, നമ്മുടെ ലാമറിന്റെ ട്രക്ക് ഉണ്ട് ഗൈസ്. ഈ ട്രക്കിൽ എന്തോ ഒരു ചെറുങ്ങനെ പെയിന്റ് ഒക്കെ പോയിട്ട് വണ്ടി മൊത്തത്തിലൊന്ന് ഫ്രീ ആയിട്ട് നമ്മളെ ബെന്നിയാണ് പെയിന്റ് അടിച്ചു കൊടുത്ത് നമ്മളെ ലാമറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെ ബെന്നിയാണൻ എവിടെ? ബെന്നിയാണൊന്നും കാണുന്നില്ലല്ലോ. ബെന്നിയാണൻ ഇതിൻ്റെ അകത്തുണ്ടെന്ന് എന്നോട് ഇപ്പോൾ കോളാക്കി പറഞ്ഞായിരുന്നു ഗൈസ്. ബെന്നിയാണനെ കാണാത്തോണ്ട് നമ്മളിത് അവിടെ അകത്ത് കയറി പോകുന്നുണ്ട്. ബെന്നിയാണ, ഹലോ ബെന്നിയാണ. ഫ്രാങ്ക്ലെ, വരണം. നിന്നെ എത്ര നേരം ഞാൻ കാത്തു നിൽക്കുന്നു. ചേട്ടാ, നിങ്ങൾ പുറത്തിരിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഉള്ളിൽ കയറി ഇരുന്ന് നമ്മളെങ്ങനെ കാണാ? ഫ്രാങ്ക്ലെ, അതൊക്കെ പോട്ടെ, നിനക്ക് നിന്റെ വണ്ടി കാണണ്ടേ? അതെ, വണ്ടി കാണണം, അതിനു വേണ്ടിയല്ലേ നമ്മൾ വന്നത്. അല്ല ബെന്നിയാണ, ഇതാണ് നമ്മുടെ വണ്ടി. എൻ്റെ മോനെ, ഇത് നമ്മുടെ വണ്ടി തന്നെയാണോ? ഇത് റീസ്റ്റോർ ആക്കിയ വണ്ടിയാ അല്ല പുതിയ വണ്ടിയാ? അതെ ഫ്രാങ്ക്ലിനാ, ശരിയാണല്ലോ, ഇത് നമ്മുടെ വണ്ടി തന്നെയാണോ? ഇത് റീസ്റ്റോർ ആക്കിയ വണ്ടി പോലെ ഒന്നും കാണുമ്പോ ഇല്ലല്ലോ. ഞാൻ പ്രൊഫഷണലാ, നിനക്ക് അറിയാലോ. ഗൈസ്, നമ്മളാണ് ഇവിടെ ഒരു കത്തിപ്പോയൊരു വണ്ടി റീസ്റ്റോർ ആക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു കിടിലം പോലത്തെ ഷോറൂം കണ്ടീഷൻ ഇറക്കിയ ഒരു വണ്ടി പോലെ ഉണ്ട് ഗൈസ്. ഞാൻ വണ്ടി ഒന്ന് പുറത്തിറക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ കത്തിപ്പോയ വണ്ടി റീസ്റ്റോർ ആക്കിയത് ഗൈസ്. റീസ്റ്റോർ ആക്കിയതിനു ശേഷം കുറച്ച് മോഡിഫിക്കേഷൻ നമ്മൾ ചെറുതായിട്ടൊന്നും ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇൻറ്റീരിയറൊക്കെ നോക്കുവാണെങ്കിൽ ഫുള്ള് റെഡ് തീമാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. പോരാത്തന്നെ ഈ ഒരു വണ്ടിയാണ് കൺവേർട്ടബിൾ ആണ് ഗൈസ്. അതായത് റൂഫ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ റൂഫ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. എടാ ചിഞ്ചാനെ എങ്ങനെയുണ്ട്, കൊള്ളാവോ? എൻ്റെ അമ്മോ, ഇത് റൂഫ് തുറക്കാൻ പറ്റുന്ന വണ്ടി ആയിരുന്നല്ലേ? അതെ, ഞാൻ നിങ്ങളോട് വണ്ടി കൊണ്ടുവരുമ്പം പറഞ്ഞായിരുന്നില്ലേ ഇത് റൂഫ് തുറക്കുന്ന വണ്ടി ആയിരിക്കാമെന്ന്. അപ്പൊ ശരി ഫ്രാങ്ക്ലെ, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നീ ഒരു കാര്യം ചെയ്താ ഈ ട്രക്ക് അടക്കം എടുത്തിട്ട് പോലും ട്രക്കിന്റെ മേലെ വണ്ടി കയറ്റി നീ പോയാൽ മതി. ഓക്കെ? ആ ബെന്നിയണ, താങ്ക്സ് ഉണ്ട്. കാരണം എനിക്ക് ഇത്രയും അടിപൊളിയായിട്ട് ഈ ഒരു വണ്ടി കിട്ടുന്ന എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ബെന്നിയണ്ണ. നിങ്ങളുടെ വണ്ടി അവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും എന്നാൽ പോട്ടെ. ഓക്കെ, എന്നാൽ പിന്നെ ശരി, നമുക്ക് എന്തായാലും പിന്നെ എപ്പോഴെങ്കിലും കാണാം. ആടാ ഫ്രാങ്ക്ലെ, നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ശരി, നീ എന്തായാലും പോയിക്കോ, അധികം വൈകിക്കണ്ട. ഓക്കെ? എൻ്റെ പൊന്നെ, ഈ വണ്ടി ഇവിടെ കയറ്റാൻ എന്തൊരു പാടാന്നറിയുക ഗൈസ്. നമ്മളാണെങ്കിൽ നമ്മളെ വണ്ടി ട്രക്കിൻ്റെ പുറകിൽ കയറ്റിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ടോയ് ട്രക്കൊക്കെ വിളിച്ചിട്ട് വണ്ടി കയറ്റി വെച്ചതാണ്. ഫ്രാങ്ക്ലിനാ, എന്നാ പിന്നെ നമുക്ക് പോയാലോ? പോടാ ചിഞ്ചാനോ നിങ്ങളെന്തായാലും വണ്ടി കയറിക്കോ. അപ്പോൾ പിന്നെയാണ്, എന്നാൽ പിന്നെ ശരി, നമുക്കെന്തായാലും ഒരു ദിവസം വീണ്ടും കാണാം. ഞാൻ ഇനിയും വരും ഇതുപോലത്തെ ഓരോ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ. ഓക്കെ? ആടാ ശരിയാടാ ഫ്രാങ്ക്ലെ, നീ എന്തായാലും പോയിട്ട് വാ. ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മളെ ട്രക്ക് എടുത്ത് നമ്മൾ നേരെ നമ്മളെ വീട്ടിലോട്ടേക്ക് പോവുകയാണ് ഗൈസ്. ചിഞ്ചാനും എന്തേ ലോറിൻ്റെ പുറകിലല്ല മേലെ കയറി നിന്നിട്ടുണ്ട്. ഫ്രാങ്ക്, നിങ്ങൾ അധികം നോടിയാണ്ട് ഇതേ വണ്ടി എടുത്ത് വിട്ടോ, നേരെ വീട്ടിലോട്ടേക്ക് വിട്ടോ. എടാ ചിഞ്ചാനും നിങ്ങൾ നിന്നെ ചൂടാവുന്നേ. നമുക്ക് മെല്ലെ പോകാൻ പറ്റുമോ? അധികം സ്പീഡിൽ പോയിക്കാൻ നമ്മളെ വണ്ടി മറിഞ്ഞു പോകൂലേ നമ്മളെ കാറ്? ഓ, അതൊന്നും പറ്റൂല ഫ്രാങ്ക്ലിനാ. അതെല്ലാം ബാക്കിൽ നമ്മൾ ഫുള്ള് ടൈറ്റ് ആക്കിയിട്ടാണ്. നിങ്ങളെ ചവിട്ടി വിട്. എടാ എന്നാലും നമ്മളിതുവരെ ആ വണ്ടി ഓടിച്ചിട്ട് പോലും ഇല്ല. എന്തായാലും നീ പറഞ്ഞതല്ലേ, നമുക്ക് പെട്ടെന്ന് പോകാൻ നോക്കാം. A few moments later. എടാ ഫ്രാങ്ക്ലെ, എന്റെ വണ്ടി എവിടെ? അല്ലലാമരെ, നീ എപ്പാ ഇവിടെ എത്തിയത്? ഞാൻ ഇവിടെ ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. കാരണം എനക്കെന്റെ ട്രക്ക് എടുത്ത് വേറെ പണിക്ക് പോകണം. അല്ല ഫ്രാങ്ക്ലെ, ഇതാണോ നീ റീസൈക്കിൾ ആക്കിയ വണ്ടി? എടാ ലൊട്ടെ, റീസൈക്കിൾ അല്ല, റീസ്റ്റോർ. നമ്മൾ ഈ ഒരു വണ്ടിയാണ്, കത്തിപ്പോയ വണ്ടിയാണ് ഇത്. ഇപ്പം മൊത്തത്തിൽ നമ്മളെ മെഞ്ഞാനൊക്കെ കൊടുത്തിട്ട് ഫുള്ള് റീസ്റ്റോർ ചെയ്ത് മോഡിഫിക്കേഷൻ വരെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ പിന്നെ ഒരു ദിവസം വന്ന് നോക്കാം. തൽക്കാലം ഇപ്പം ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് പോകട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്നാ ശരി ലാമറെ. ലോറി ഞാൻ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ചാവി ഈ ലോറി തന്നെ കാണും. അപ്പൊ ശരി എന്നാ. ആടാ ഓക്കെ ഫ്രാങ്ക്ലെ, നീ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ കോൾ ആക്കിയാൽ മതി. അപ്പൊ ശരി എന്നാ. അപ്പൊ ഗൈസ്, നമ്മളാണ് വീട്ടിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാമറെ ലോറി കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ പിഞ്ചാനാണെങ്കിൽ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഇപ്പൊ ഷിഞ്ചാനിന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അവൻ പോയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും നമ്മളെ വണ്ടി കൊണ്ട് ചെറിയൊരു റൈഡ് പോയിട്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്കും ചാനൽ സബ്സ്ക്രൈബ് അടിച്ച് ആ ബെല്ലൈക്കൺ എന്തായാലും ഓണാക്കി വെക്കുക. കാരണം നമ്മൾ ഇനിയും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വണ്ടി റീസ്റ്റോർ ചെയ്യുന്നതും അങ്ങനെ പല വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഞാനും പിഞ്ചാനും ഒക്കെ. ഫ്രാങ്കളെ, നിങ്ങൾ വണ്ടി എടുക്കുക, അവരതൊക്കെ ചെയ്തോളും ഗൈസ്. അപ്പം എല്ലാവരും മറക്കണ്ട, വീഡിയോക്ക് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് അടിക്കണം, ബെല്ലൈക്കൻ ഓണാക്കി വെക്കണം കേട്ടോ. അല്ല ഷിഞ്ചാന, നിനക്ക് വണ്ടിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നാൽ പോരെ, നീ അതിനി പുറകെ കയറിയിരുന്ന്? എനിക്ക് എന്താണെന്നറിയില്ല, ഈ വണ്ടിൻ്റെ അകത്ത് കയറിയിരിക്കും വല്ലാണ്ട് ശ്വാസം മുട്ടലാണ്. ഇതാകുമ്പോൾ നമുക്ക് എല്ലാം കാണുകയും ചെയ്യാം, നല്ല കാറ്റും കിട്ടും. അത് ശരി. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഷിഞ്ചാനെ, നമുക്ക് നേരെ ബീച്ചിലോട്ടേക്ക് പോകാം. അത് കൊള്ളാം ഫ്രാങ്ക്ലൻ, നിങ്ങൾ നേരെ ബീച്ചിലോട്ടേക്ക് വിടുക. അവിടെയാണെങ്കിൽ കുറച്ച് പെണ്ണുങ്ങളും ഉണ്ടാവും.
Yo, what's up? It's Franklin and Shin-Chan here. Make sure to like this video and subscribe. Turn on the bell icon and set it to all. And click that hype button right now.